ശത്രുക്കൾ ക്രൂരമായി റസൂലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടുമ്പോ മറുഭാഗത്ത് റബ്ബിന്റെ തീരുമാനം, റബ്ബിന് സഹായമല്ലേ ഇറങ്ങേണ്ടത്? എന്താ റബ്ബിന്റെ തീരുമാനം? ഖദീജയെ എടുക്കുന്നു, തിരിച്ചു വിളിക്കുന്നു, അബൂ ത്വാലിബിനെ തിരിച്ചു വിളിക്കുന്നു, അള്ളാഹു റസൂലിനോടൊപ്പം തോളോട് തോൾ നിൽക്കേണ്ട യാസിറിന്റെ കുടുംബത്തെ എടുക്കുന്നു. അങ്ങനെ എത്ര പേർ റസൂലിന്റെ മുമ്പിൽ വിട പറഞ്ഞു പോയി. മരണങ്ങൾക്ക് മൂകസാക്ഷിയായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. സങ്കടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി. സ്വന്തം നാട്ടിൽ പോലും സ്വൈര്യമായി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നാടുവിടേണ്ടി വന്ന ആ ഘട്ടത്തിൽ പോലും റസൂലുള്ളാഹിയെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ ഇരച്ചുപായുന്ന നിമിഷം, ആ നിമിഷത്തിൽ റസൂൽ പറഞ്ഞ വാക്കാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന്. ദുഃഖിക്കല്ലേ അബൂബക്കറെ, അല്ലാഹു കൂടെയുണ്ട് എന്ന്. ആ ഘട്ടത്തിൽ റസൂൽ പറഞ്ഞ വാക്കാ. ലോകത്ത് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയും ഹൃദയത്തിൽ വരച്ചിടേണ്ട വാക്ക് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, അല്ലാഹു കൂടെയുണ്ട് എന്ന്. ഈ വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകാൻ ഇതിലും വലിയ വാക്കില്ല ഖുർആനിൽ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് ഇതെപ്പോഴും ഓർമ്മ വേണം. ഏത് സങ്കടക്കടലിൽ നമ്മൾ ചെന്ന് വീണാലും, എത്ര വലിയ ദുഃഖത്തിലേക്ക് പതിച്ചു പോയാലും സങ്കടം വേണ്ട, അല്ലാഹു കൂടെയുണ്ട് എന്ന്.